ഇനി മലപ്പുറം ജില്ലയിലെ കാര്യങ്ങൾ ഇംതിയാസ് കൂടുതലായി പറയും. മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മണ്ണ് ഇളകി മാറിയതാണ് കൂരിയാട് ദേശീയപാത തകരാനുണ്ടായ കാരണം. വാഹനങ്ങൾ സഞ്ചരിക്കവെയുണ്ടായ അപകടത്തിൽ ജീവൻ പൊലിയാതിരുന്നത് ആശ്വാസമാണ് എന്നുള്ളത് എടുത്തു പറയണം. KNRCL തന്നെ പാലം നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കും. ഷോയ് പറഞ്ഞു വെച്ച ഈ ദേശീയപാതയുടെ സ്ഥിതി അതിഗുരുതരമാണ്. എന്നാൽ അതിലും ഗുരുതരമാണ് മലപ്പുറത്തേക്ക് കൂരിയാട്ടേക്ക് വരുമ്പോഴുള്ള കാഴ്ച. നമുക്കറിയാം, കൂരിയാട് ദേശീയപാത ഒന്നാകെ തകരുകയാണ് ചെയ്തത്. സർവീസ് റോഡടക്കം താഴ്ന്ന് പൊട്ടി വിള്ളലുണ്ടായി. അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഈ ടെക്നോളജി, ഈ കല്ലുകൾ ഒന്നാകെ താഴേക്ക് പതിച്ചു, പല ഭാഗങ്ങളും ഇടിഞ്ഞു വീണു. പൂർണ്ണമായിട്ടും ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. ഒരിക്കലും ഇനി ഒരു ചെറിയൊരു വാഹനത്തിന് പോലും പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കൂരിയാട്ട് ദേശീയപാത മാറി എന്നുള്ളതാണ് കാര്യം. ഒരുപാട് പ്രാവശ്യം ഇതിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഓരോ ബ്രിക്സിനും ഓരോ പൊട്ടലും ഉണ്ടായിട്ട് കാണിച്ചു കൊടുത്തിട്ടും അവരെ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ചെയ്തതിന്റെ ഒറ്റൊരു പരിണത ഫലമാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത്. അശാസ്ത്രീയതയാണ് ഈ ദേശീയപാത കൂരിയാട്ട് ദേശീയപാതയുടെ ഭാഗം തകരാനുണ്ടായ കാരണമെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. NHA അധികൃതരടക്കം ഇത് പരിശോധന നടത്തി. ആ പരിശോധന റിപ്പോർട്ടിൽ പോലും പറയുന്നത്, അതിൽ നിന്ന് പോലും വ്യക്തമാവുന്നത്, കൃത്യമായ മണ്ണ് പരിശോധന നടത്തിയില്ല, അശാസ്ത്രീയതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു NHAയുടെ റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. നമുക്കറിയാം, ഈ തൊട്ടിപ്പുറത്ത് വയൽ കാണാം. ഈ വയലിൽ എല്ലാ വർഷവും സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന വയലാണ്. മഴ കൂടുതലായിട്ട് പെയ്യുമ്പോൾ ഈ വയലിൽ വെള്ളം കയറാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണിത്. ഈ മണ്ണ് തന്നെയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ മഴ പെയ്യുമ്പോൾ, കൂടുതൽ വെള്ളം എത്തുമ്പോൾ ഈ മണ്ണിലേക്ക് അത് ഒലിച്ചിറങ്ങി മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയും മണ്ണ് തെന്നി മാറുകയും ചെയ്യും. മണ്ണ് നീങ്ങുകയും ചെയ്യും. അങ്ങനെ മണ്ണ് നീങ്ങിയത് മൂലമാണ് കൂരിയാട്ട് ദേശീയപാതയുടെ ഒരു ഭാഗം മുഴുവൻ തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായത്. പാലമായിരുന്നോ വേണ്ടത്, അതോ ഇങ്ങനെ തന്നെയായിരുന്നു നിർമ്മിക്കേണ്ടത് എന്ന ചോദ്യം ആദ്യമേ തന്നെ നാട്ടുകാർ ഉന്നയിച്ചതാണ്. അന്ന് തന്നെ പറഞ്ഞു, ഈ മണ്ണിൻ്റെ ഘടന ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പാലം നിർമ്മിക്കണം, പാലം നിർമ്മിക്കുക എന്നതാണ് ഇതിനൊരു ശാസ്ത്രീയ രീതി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 6 മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നതാണ്. അതിന് KNRCL കമ്പനി തന്നെ 80 കോടി രൂപ ചിലവിൽ കൂരിയാട്ട് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കും. അത് പാലം നിർമ്മിച്ചുകൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലം പൂർത്തീകരിക്കുന്ന പറയുന്നുണ്ടെന്നല്ലാതെ ഇതിലിവിടെ കാര്യമായിട്ട് പണി എന്ന് പറഞ്ഞാൽ ആ മണ്ണിട്ടത് മാത്രമേ അവിടെ ഇതായിട്ട് കാണുന്നുള്ളൂ. ഇത് ഈ സർവീസ് റോഡ് ഓപ്പൺ ആകാത്ത ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ ഈ വണ്ടികൾ മൊത്തം വഴി തിരിച്ചു വിടണേ. ആ റോഡിൽ കൂടെ വലിയ വാഹനങ്ങൾ പോയിട്ട് ഇപ്പം എൻ്റെ വീട് പൊട്ടി പൊളിഞ്ഞ് നാശമായി കിടക്കണം. അതായത് ഏത് നിമിഷവും ഒരു വലിയ വാഹനം ആയിക്കൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ വീട് മൊത്തം കുലുങ്ങുക. കുട്ടികൾ ഉറങ്ങണില്ല. ഞാൻ ഉറങ്ങിയിട്ട് 5-6 ദിവസമായി. നാട്ടുകാരുടെ ആശങ്ക, ഇതിന്റെ പണി എന്ന് തീരും? ഇനിയും ദേശീയപാതയുടെ മറ്റു ഭാഗങ്ങളിൽ, തലപ്പാറയിലും വലിയ പറമ്പിലുമൊക്കെ റോഡിലുമൊക്കെ ഉണ്ടാവുന്ന വിള്ളലുകൾ, ആ വിള്ളലുകളൊക്കെ എങ്ങനെ പരിഹരിക്കും? അവിടെയൊക്കെ പരിശോധന നടത്തുമോ? പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് താനും. ടീം മാതൃഭൂമി ന്യൂസ്.